നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും എപ്പോഴും ഒരു സംശയമാണ്, സാർ അവസാനത്തെ ദിവസം എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? വളരെ ഒബ്വിയസ് കാര്യം ആദ്യം തന്നെ പറയാം. അവസാന ദിവസം നിങ്ങൾക്ക് എല്ലാം റിവൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാൻ പറ്റുമോ? അതും ഒരിക്കലും ഇല്ല. അതിൽ തന്നെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യണം സബ്ജക്ട് വൈസ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. മക്കളെ, സ്റ്റാർട്ടിങ് വിത്ത് ഫിസിക്സ്. ഫിസിക്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം, നിങ്ങൾ പഠിച്ച ഫോർമുല എല്ലാം തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. സോ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫോർമുല ബുക്ക് ഉണ്ട്, ആ ബുക്ക് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുക. ഫോർമുല ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൽ തന്നെ നിങ്ങൾ ഫോർമുലാസ് ഒക്കെ മിക്ക സമയത്ത് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിലൂടെ പെട്ടെന്ന് കടന്നു പോവുക. തിയറി ഭാഗം റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും സമയം ഉണ്ടാവില്ല. എല്ലാ ഫോർമുലയും പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ഈ ഫോർമുല റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഉപയോഗിച്ച് ഫോർമുല നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഫോർമുല നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓരോ ഫോർമുലയിലൂടെയും കടന്നു പോകുമ്പോൾ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ ഫോർമുലാസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എന്നാലേ നിങ്ങൾക്ക് പരീക്ഷയിൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കമ്മിങ് ടു ബയോളജി. ബയോളജിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് നോട്ട്സിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർ ഒക്കെ ചെയ്ത് വെച്ച കാര്യങ്ങളില്ലേ, അത് മാത്രം റിവൈസ് ചെയ്യുക. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവല്ലോ, അത് റിവൈസ് ചെയ്യുക. ആൻഡ് രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾസ്, ഡയഗ്രാംസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി കമ്മിങ് ടു കെമിസ്ട്രി. കെമിസ്ട്രിയിൽ 3 പാർട്സ് ആണ്: ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക്. ഫിസിക്കലിൽ വീണ്ടും ഫിസിക്സ് പോലെ തന്നെയാണ്, എല്ലാ ഫോർമുലയും നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ഓർഗാനിക്കിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ്, അതർ റിയാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഓർഗാനിക്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ NCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻസ് പഠിച്ചാൽ തന്നെ അത് സെറ്റാണ്, അതിൽ കൂടുതലൊന്നും വരില്ല. ഇൻഓർഗാനിക്കിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും സമയമില്ല. സോ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോങ് നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ, ഇപ്പോൾ ട്രെൻഡുകളാണെങ്കിലും അതുപോലെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാറ്റർഡേ എന്ന് പറഞ്ഞ ദിവസം നിങ്ങൾക്ക് മാക്സിമം എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാം. ഇനി മറ്റൊരു ഓൾട്ടർനേറ്റീവും കൂടി ഇതിലുണ്ട്, ഇതൊന്നും ചെയ്യാതിരിക്കുക. പക്ഷെ അതാരാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇതുവരെയുള്ള ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങൾ വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് വഴി പോയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാറ്റർഡേ എന്നുള്ള ദിവസം നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതൊന്നും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യാത്തവരാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഈ അവസാന ദിവസം ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമാണ്. ഇത് ചെയ്യാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇത് ചെയ്യാൻ ധാരാളമാണ്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.